ഷാനു പാർവതിയും നമ്മൾ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പൊ പോകുന്ന അടുത്ത പണി എന്തായിരിക്കും എന്നാണോ അത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. പിന്നെ ഒരു പേടിയുണ്ട് സൈഡിലൂടെ. ഇനി നീ മിസ്സിസ് ഹിറ്റ്ലർ എന്ന് പറയുന്ന സീരിയൽ ഉണ്ടല്ലോ, ആ സീരിയലില് നിങ്ങളുടെ അതായത് കുറെ ആൾക്കാരുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു ഫൺ എലമെന്റോ അല്ലെങ്കിൽ നിങ്ങൾ വഴക്കുണ്ടാക്കിയതോ? നമ്മുടെ മാൻവി അവിടെ ഉണ്ടല്ലോ. മാൻവിയോടെ ഉണ്ട്. അത് വേറെ രസം. ഫൺ എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു സീക്വൻസ് ഉണ്ട്. ഒരു സീൻ ഉണ്ടായിരുന്നു. എന്റെ മുഖത്ത് വന്നിട്ട് കേക്ക് തേക്കുന്ന ഒരു സീൻ. മേഘന വന്നിട്ട് കേക്ക് തേക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഈ കേക്ക് തേക്കും ഇവർക്ക് ഇങ്ങനെ ഭയങ്കര ബിൽഡപ്പിന് വേണ്ടിയിട്ട് ഇത് കുറച്ചു നേരം ഹോൾഡ് ചെയ്യണം. ഇതിൽ അടിച്ചോട് കൂടി എന്റെ മൂക്കും അടഞ്ഞ് വായ അടഞ്ഞ് കേക്ക് മൊത്തം മൂക്കിനകത്തോട് എനിക്ക് ശ്വാസം മുട്ടിയിട്ട് വയ്യായിരുന്നു. ഇവര് നിർത്തേണ്ടത് കട്ട് പറയുന്നില്ല ഇവർക്ക്. പിന്നെ ആ ദിവസം ഒരു ദിവസമാണ് ആ സീൻ എടുത്തത്. 1.5 ദിവസം എടുത്ത് തോന്നുന്നു. ആ 1.5 ദിവസം ഈ കേക്കും മുഖത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്, കണ്ടിന്യൂറ്റി പോവാതിരിക്കാൻ. പാർവതി എങ്ങനെയാണ് ഈ ഫാൻസിനെ, അതായത് അവര് മെസ്സേജ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യാറുണ്ടോ? അതെയോ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ ഇൻസ്റ്റ അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും പറ്റുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. മെസ്സേജ് ആരെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ അല്ലെങ്കിൽ സർപ്രൈസ് വിസിറ്റ് ലൊക്കേഷൻ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഫാൻസ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ കൊറിയർ വരുമ്പോഴേ അറിയുന്നത്. നമ്മള് ചോദിക്കാൻ കാരണം വീട് നിറയെ ഗിഫ്റ്റ് കിട്ടിയതാ അവളുടെ വീട്ടിൽ. എനിക്ക് മാത്രല്ല ഇവന് ലൊക്കേഷനിൽ വരെ ഓരോ ആൾക്കാർ കൊണ്ടുവന്ന് ഒരു പെട്ടി സാധനങ്ങൾ കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ അതിൽ നിന്ന് തോണ്ടി എന്തെങ്കിലും ഒരു മിഠായി എടുക്കുമ്പോഴേക്കും ഞാനത് തുറക്കട്ടെ, ഞാൻ തുറന്നിട്ട് തരാന്നൊക്കെ പറയും. പിന്നെ ഞങ്ങൾ ഇവന്റെ ഗിഫ്റ്റ് ഞങ്ങൾ തന്നെ പൊട്ടിക്കും. ഞങ്ങൾ പൊട്ടിച്ചെല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ളതേ കൊടുക്കുള്ളൂ. നമുക്ക് ഇനി എന്താണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെറുതെ വന്നിരിക്കാൻ പാടില്ല. അപ്പൊ ഇപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? റെഡിയാണോ? അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. കണ്ടോ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ്. ഈ സ്മൈലി ബോൾസും പിന്നെ അവിടെ കുറച്ച് ബോട്ടിൽസ് കണ്ടോ, അതിന്റെ മുകളിൽ കുറച്ച് സ്മൈലീസ് കണ്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിന്നിട്ട് ബോട്ടിൽ താഴെ വീഴ്ത്താതെ ആ സ്മൈലി ബോളിന് ഇങ്ങനെ എറിയരുത്, ഇങ്ങനെ തന്നെ ത്രോ ചെയ്യണം. പക്ഷെ കുഴപ്പമുണ്ട്, ഫൗളാവും. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോ ഇങ്ങനെ എറിഞ്ഞിട്ട് ആ സ്മൈലി ബോൾസ് താഴെ ഇടണം. 3 ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിഗംഭീരം, അല്ലെങ്കിൽ ഒരെണ്ണെങ്കിലും ചെയ്യണം കേട്ടോ. 1 മിനിറ്റ് സമയം ഞാൻ തരും. ആദ്യം പാർവതി, അത് കഴിഞ്ഞ് ഷാനു. ഓക്കെ, അവിടെ നിന്നോ. സോ മ്യൂസിക്. ഞാൻ രാജിവെച്ചേക്കണം. കൊള്ളാലോ കളി, അടുത്തത് പോലത്തെ. പിന്നല്ലാതെ നമ്മുടെ തക്കളി. അപ്പൊ പാർവതി വളരെ ഗംഭീരമായിട്ട് ആ ഗെയിം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഷാനു ആണ് കളിക്കേണ്ടത്. അവള് ഒന്നെങ്കിലും ബാക്കി വെക്കുന്നു വിചാരിച്ചു ഞാനും. വാ, നമുക്ക് കളിക്കാം. റെഡി? മ്യൂസിക്. പഠിച്ചോനെ നിങ്ങള് കാത്തോളി. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. കലക്കൻ ഉന്നാശനെ അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടുപേരും 3 ബോൾസ് പറഞ്ഞ പോലെ എന്നെ അടിച്ച് താഴെ ഇട്ടു. ഞാനും വിചാരിച്ചു ഷാനു തോൽക്കും പാർവതി ജയിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ചെയ്ത് കളഞ്ഞു. ഇത്ര ഗംഭീരമായിട്ട് നിങ്ങൾ രണ്ടുപേരും കളിച്ചതിനുള്ള സമ്മാനമാണ്.